നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവകൃപയാൽ രക്ഷ ലഭിക്കുന്നു. എന്നാൽ നമ്മൾ പഴയപടി തുടരുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ദിവസവും ദൈവവചനത്താൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാണ്. റോമർ 12:2 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ദൈവം നമുക്ക് രക്ഷ നൽകി, നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നൽകി. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക എന്നുള്ളത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവവചനം പഠിക്കുകയും ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നത്. നമ്മുടെ പഴയ ചിന്തകൾ, പഴയ സ്വഭാവം എന്നിവയൊക്കെ മാറ്റാൻ നമ്മൾ തയ്യാറാകണം. ചിലത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം. ചില ഫ്രണ്ട്ഷിപ്പ്, ചില ഗെറ്റ് ടുഗദർ, ചില സംഭാഷണമൊക്കെ. പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്തുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഈ ലോകത്ത് നീ നേടിയ എല്ലാത്തിനേക്കാളും വലുതായിരിക്കണം പരിശുദ്ധാത്മാവ്. നിന്റെ വീടോ ജോലിയോ സമ്പത്തോ ഒന്നും പരിശുദ്ധാത്മാവിനേക്കാൾ വലുതാകരുത്. ക്രിസ്തുവിനായി ജീവിക്കണമെങ്കിൽ ദിനം പ്രതി നിന്റെ സ്വയത്തെ കൊല്ലാൻ തയ്യാറാകണം. നമുക്ക് പലപ്പോഴും ഈഗോ ഹേർട്ടാകുന്നതും വഴക്കുകളും ഉണ്ടാകുന്നതും നമ്മുടെ സ്വയത്തെ കൊല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ദിവസവും നിന്റെ സ്വയത്തെ കൊല്ലുക. ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തുക. ക്രിസ്തുവിന്റെ തലയോളം വളരുക. മേ ഗോഡ് ബ്ലസ് യു.